ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ നമ്മൾ ജയ്പൂർ തിരിക്കാൻ ഇന്നലെ മഴയെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. മൊത്തത്തിൽ നനഞ്ഞത് ഷൂസൊക്കെ കണ്ടില്ലേ, അല്ലെങ്കിൽ ഉണങ്ങാനായിട്ട് വെച്ചേക്കുക. അത് അതിൻ്റെ കൂട്ടത്തിൽ ഏതോ ഒരു ഷൂസിൻ്റെ ഇതല്ല, ആ ഈ ഷൂസിൻ്റെ സിബ്ബർ പൊട്ടിപ്പോയിട്ടുണ്ട്. അതിപ്പം നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ചെയ്ത് വെച്ചേക്കാണ്. ഈ ഒരു റൈഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് എന്തായാലും ഉപേക്ഷിക്കേണ്ടി വരും. എന്നിട്ടാ പങ്കജും ഇവിടെ എത്തിയിട്ടുണ്ട്. മച്ചാൻ്റെ ബൈക്കിന് ചെറിയൊരു പണി കിട്ടി. ഹെഡ്ലൈറ്റ് ഇടുമ്പം ബാറ്ററി ചാർജ് ആവുന്നില്ല. മാത്രമല്ല ഇപ്പം ഡൗട്ടുണ്ട്, അല്ലാണ്ട് തന്നെ ബാറ്ററി ചാർജ് ആവുന്നു എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞങ്ങളത് നമുക്ക് ഷോറൂമിൽ കൊണ്ടുപോകണം. എന്തായാലും ഇപ്പോൾ അതിനായിട്ട് ഇറങ്ങാം. ഫുഡ് കഴിച്ചിട്ട് ഇനി നേരെ ഷോറൂമിലേക്ക് വിടാം. ഓക്കെ, അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ജൽമഹലോ ജന്തർ മന്ദറോ എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ വെച്ച് നേരല്ലോ കഴിച്ചു. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഹവാ മഹലിലാണ്. അപ്പോൾ ഇങ്ങോട്ട് വരുന്നതിനിടയ്ക്ക് നമുക്ക് നൈസ് ഒരു കാര്യം കാണിച്ചു തരാം. ഇത് കണ്ടോ, അപ്പം ജയ്പൂരിൽ ഇവിടെ വരുന്നവർ ഈ സാധനത്തിനെ പേടിക്കണം, പ്രത്യേകിച്ച് ബൈക്കിൽ വരുന്നവർ. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാമെന്ന് അറിയത്തില്ല, അവിടെ ദൂരെയൊക്കെ ആൾക്കാർ പട്ടം പറപ്പിക്കുന്നുണ്ട്. ഈ പട്ടത്തിൻ്റെ വള്ളി റോഡിൽ കിടന്ന് ഇതുണ്ടോ, ഞങ്ങൾ ബൈക്കിൽ വരുന്ന വഴിക്ക് കഴുത്ത് കട്ടാവേണ്ടായിരുന്നു. പക്ഷേ ഭാഗ്യത്തിന് ജസ്റ്റിന് രക്ഷപ്പെട്ടു. കറക്റ്റ് ടൈമിൽ കയ്യിൽ ഗ്ലൗസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗ്ലൗസ് വെച്ച് വയർ പിടിച്ചു മാറ്റിയുണ്ട്. പ്രത്യേകിച്ചൊന്നും നടന്നില്ല. ഓൾ ഓക്കെ, എല്ലാം സേഫാണ്. ചെറിയൊരു നീറ്റലുണ്ട്, അത് മാത്രമേ ഉള്ളൂ, വേറെ പ്രോബ്ലങ്ങളൊന്നുമില്ല. പിന്നെ ഇന്ന് കർഫ്യൂ ആയിട്ട് ഞങ്ങൾക്ക് ഉള്ളിൽ കയറി കാണാൻ പറ്റില്ല. ഞങ്ങൾക്ക് കർഫ്യൂ ആയിട്ട് ഞങ്ങൾക്ക് മുകളിൽ കയറി ഉള്ളിൽ കയറി കാണാൻ പറ്റില്ല. ഇതെല്ലാം അടച്ചു വിട്ടിരിക്കാം. പിന്നെ ഞങ്ങളിവിടെ ചോദിച്ചപ്പോൾ ഇവിടുത്തെ ആൾക്കാർ പറയുന്നത് ഉള്ളിൽ നിന്നൊന്നും കാണാനില്ല, പുറത്തുനിന്ന് കാണുന്നതാണ് ഇതിലും ബെസ്റ്റ് വ്യൂ എന്നാണ്. അറിയില്ല, നിങ്ങൾ കയറി കാണാത്തതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെയുള്ളവർ പറയുന്നത് വിശ്വസിക്കുന്നു. നമ്മൾ ഹവാ മഹൽ കണ്ടു. ഓക്കെ, അപ്പോൾ ഇനി ഞങ്ങൾ നെക്സ്റ്റ് ചോക്കിദാനി പോവുക. അതും ജൽമഹൽ കണ്ടിട്ട് അതുവഴി ചോക്കിദാനി. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ചോക്കിദാനിയിലാണുള്ളത്. ഞങ്ങളുടെ ഹെൽമെറ്റ്സ് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പങ്കജ് അവിടെ അവൻ്റെ ക്യാമറ മറന്നു വെച്ചാൽ ഞാൻ എൻ്റെ ഓസ്മോ കൊടുത്ത് അവൻ അതിൽ ബ്ലോഗ് ചെയ്യാണ്. ഓക്കെ भाई, हेलमेट किधर डिपॉजिट करने का? हाँ अच्छा, उसको അപ്പം അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റി ഉണ്ടോ, ആ പുള്ളിയുടെയിലാണ് ഹെൽമെറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയി ഹെൽമെറ്റ് കൊടുത്തിട്ട് വരാം. ഇങ്ങനെ വരുമ്പോൾ ഒരു ദേവിയുടെ ക്ഷേത്രമൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങളാണെന്നുണ്ടെങ്കിൽ എൻട്രി ചെയ്തിട്ടില്ല, എൻട്രി ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇവിടെ നല്ല ചൂട് റബ്ഡി കൊടുക്കുന്നുണ്ട്, അതും ഫ്രീ ഓഫ് ചാർജ്. ओके भाई, ये कौन सा रबड़ी था?
राबड़ी लो। नहीं कौन सा रबड़ी था? ये राबड़ी से लस्सी, बाजरे का आटा, जीरा, नमक, नमकीन है। अच्छा अच्छा ഓക്കെ ജി താങ്ക് യു. നമ്മളിവിടെ കയറി വരുമ്പോൾ തന്നെയുള്ള ഒരു ആംബിയൻസ് വൻ സെറ്റപ്പായിട്ടോ. അതാ ഏകദേശം അവിടെ ആയിട്ട് അവർ കുറച്ച് ചോളം കൊടുക്കുന്നുണ്ട്. പിന്നെ അവിടെ കുറേ പ്രോഗ്രാംസും ഒട്ടകത്തിൻ്റെ റൈഡും അങ്ങനെയുള്ള പരിപാടിയും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. മൊത്തത്തിൽ നല്ലൊരു സെറ്റപ്പ്, ഒരു ട്രഡീഷണൽ രാജസ്ഥാനി സെറ്റപ്പ്. നമുക്ക് ആ പ്രോഗ്രാംസൊക്കെ ഒന്ന് കണ്ടാലോ. करीना कपूर आ गई. करीना कपूर जी अब डांस दिखाओ. അങ്ങനെ പ്രോഗ്രാംസൊക്കെ കണ്ട് നമ്മൾ മുന്നോട്ട് വന്നപ്പം ഈ ഒരു സെറ്റപ്പ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റുകളിലുള്ള വീടിൻ്റെ മോഡലുകളും അവരുടെ ജീവിതശൈലികളനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇപ്പം നമ്മുടെ ഈ വലത്തെ സൈഡിൽ കാണുന്നത് നമ്മുടെ കേരളത്തിൻ്റെ രീതിയിൽ ചെയ്തു വെച്ച ഒരു വീടും കാര്യങ്ങളുമാണ് കേട്ടോ. അവിടുന്ന് ഇത്രയും കൂടെ മുന്നോട്ട് പോയപ്പോഴാ ഈ പുള്ളി ഇരുന്ന് ഒരു ഫ്ലൂട്ട് വായിക്കുന്നതായിട്ട് കുറേ നേരം അതും കേട്ട് അങ്ങനെ അവിടെ ഇരുന്ന് ഞാൻ. ഇവിടെ ചുറ്റിനും നടന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണാൻ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. കുറേ കേവ്സും ടെമ്പിൾ പോലത്തെ സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ. പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എന്നാൽ നമുക്ക് നമ്മുടെ ഫുഡും ഇവിടുത്തെ ആംബിയൻസും ഒക്കെ ഒന്ന് പോയി കണ്ടാലോ. We are inside this Chokidani. Me and Nitin, we both are filled completely right now. And so guys, we are inside this Chokidani right now. And सब कुछ हो गया यहाँ पे कैमरा वगैरह कुछ अलाउड नहीं था, तो I couldn't record anything in my action camera, but I recorded some stuff on my phone. We'll see, hopefully we can get this on Instagram as reels, but I'll try to record some of the stuff right now. And this is the view of the inside restaurant. Guys, it's just amazing. Okay, there's everything, I mean each and everything over here. So this is a pretty nice place. You see, this is a chai place. This is pretty good. And this is the reception. This kind of, yeah, this is the traditional. And like, yeah, basically this is the multi-cruise restaurant over here. And yeah, that's the bar counter. This is the basic view of it. Every table has a ashtray with a candlelight, so you'll get a candlelight dinner setup, and it's really nice. I'll just get you to the food counter. Everywhere there are heaters, burners, which can keep you warm in this fucking cold temperature also. So yeah, this starts with the pani puri stall, and then you have everything continental dishes.
including everything. Basically, yeah. So starters, salads, and mat. It's like, oh my god, this is like complete tradition, guys. And yeah, look at this. This like, it's decorated so well. It's like moong dal ki pakodi and tandoori red sea, and then coming up to like, you have a lot of dishes. You can just try them, each and everything. Here's an old lady who is just preparing all the rotis, handmade. And yeah, there's a lot of dishes, so you guys can just literally visit this place. So this is the dessert counter, guys. So you have ice creams. Damn, there were sweets which are just empty right now, and all kind of desserts. Hot gajar ka halwa. Cool, right? So yeah, guys, I'm gonna show you one more interesting thing. There's a live pasta counter here. Is a live pasta counter. You have all sorts of pastas, penne, macaroni, and the normal one. There's a red sauce and a white sauce, both. You guys can try this. This is the non-veg counter, and here's your tandoori paddy. Okay. Chicken. Yeah, chicken. Okay. Then there's mutton. This is lal mas. I hope. Yeah. Cool. And there's tandoori things going on here. This is the reception. And yeah, sweet little ghazals are sung by this beautiful guy. He's just amazing. For past couple of hours, he's performing so good, and he's entertaining all the crowd over here, and he's just doing amazing. And here we go to Nitin. Nitin, how do you find this place? Man, for just 1,200 rupees, it is more than worth it. Like, Really? all the activities, it's like dance, Yeah. all the songs, all the magic show, then the vibe of this place, the food, everything. It's really amazing. So Nitin, you basically liked all this. Yeah. Especially during this cold night, the This- highlight is this heater. So guys, this is the burner which runs on gas. It keeps us warm. We are literally shivering at this cold night, but this thing is keeping us warm. So yeah, hats off to this burner. We are planning to take this back along with us in our bike. Nitin is gonna try taking this burner on his bike on the way back to room. Between us. I don't know how. This might be a magic. അങ്ങനെ ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് ഈ തണുപ്പത്ത് 2 ചായ അടിച്ച് ഞങ്ങളിങ്ങനെ നിൽക്കായിരുന്നു. എന്നാൽ നമുക്ക് നമ്മുടെ പങ്കജിന് ഇവിടുത്തെ എക്സ്പീരിയൻസിനെ കുറിച്ച് പറയാനുള്ള എന്താണെന്നൊന്ന് കേട്ട് നോക്കിയാലോ. Pankaj, go on. I am literally in love with this place. This place is just like beautiful. Beautiful. And I can't express, bro. But you guys have to visit this place to come and like, you know, literally मतलब इसका पूरा एक्सपीरियंस आपको तब पता चलेगा तब जब तुम यहाँ पे आ जाओगे. ठीक है, एक बार आ लो और क्या है इस कीमत, लाइक प्लेस की कीमत तुम ही खुद जान लोगे. मैं तो यार hats off to Nitin for suggesting me this place. I'm like, Nitin, thank you so much. Thanks, noted. അതിനുശേഷം കുറച്ച് നേരവും കൂടെ ഞങ്ങൾ അവിടെ സമയം ചെലവഴിച്ചതിന് ശേഷം പയ്യെ തിരിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോയി കേട്ടോ.